ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീറ്റത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെപ്പനെ വേഗം ഒരുക്കി ഫുഡൊക്കെ സെറ്റാക്കി സ്കൂളിൽ പറഞ്ഞു വിട്ടു. ഇനി കുറച്ചധികം പരിപാടികളുണ്ട്. പക്ഷേ അതൊക്കെ സെറ്റാക്കുന്നതിന് മുൻപ് രാവിലത്തെ കുറച്ച് പരിപാടിയാണ്. ഇങ്ങനെ ജനലൊക്കെ തുറന്നിടുക, ഒന്ന് സെറ്റാക്കുക, തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കുക എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചതിന് ശേഷം ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ശരിക്കും ഇന്നൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ മിസ്സാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ട് പെപ്പയുടെ സ്കൂളിലെ പ്രോഗ്രാമിന് പോലും പോകാൻ പറ്റാതെ നേരെ അപ്പോയിൻമെൻറ്റോട്ട് പോകാനായിട്ട് റെഡിയാകണം. റെഡിയാകുന്നതിന് മുൻപായിട്ട് അടുക്കള ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ കുക്കിംഗ് ഒക്കെ എളുപ്പമായിരിക്കും. എന്തായാലും റെഡിയായി നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോകണം. ഇതിടയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയുടെ പുറത്ത് ഇങ്ങനെ ഒരു വീട് പോലെ വെച്ചിട്ടുണ്ട്. അതിന് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അത് കണ്ടപ്പോൾ ഇച്ചിരി കൗതുകം പോലെ തോന്നിയിട്ട് വീഡിയോ എടുത്ത്. പക്ഷേ ഫുൾ ഇടാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അതിൻ്റെ ഇടയ്ക്കൂടെ അതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു. എന്തായാലും അതിവിടെ ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ UK മെഡിക്കലിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സിനിമയിൽ പറയുന്ന പോലെ മോശം വളരെ മോശം എന്ന് പറയുന്ന കണക്കാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും അതിവിടെ പറയാതിരിക്കുന്നതാ ഭേദം. പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്നത് കൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് തൊട്ടടുത്തുള്ള ആഷ്വാർഡ് ഔട്ട്ലെറ്റിലോട്ട് ഞങ്ങൾ പോയി. ഈ ആഷ്വാർഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടും. എന്നാലും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ ലക്ഷ്യമെടുത്ത് പോയത് ദ പെർഫ്യൂം ഷോപ്പിലോട്ടാണ്. അഡിക്റ്റഡ് ആണ് ഞാനും പുള്ളിക്കാരനും. അപ്പം അവിടുന്ന് പെർഫ്യൂമൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നേരത്തെ എൻ്റെ കോപ്രായം കണ്ടത് അവിടെ നിന്ന് ഒരു ലിപ് ഗ്ലോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പരീക്ഷിച്ചതാണ്. അത് കഴിഞ്ഞ് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നേരെ തൊട്ടടുത്തുള്ള മെക്ഡിയിലോട്ടും കൂടെ പോയി. അങ്ങനെ മെക്ഡി പോയി നേരെ ഫുഡ് ഓർഡർ ചെയ്തു. ഇപ്പം പിന്നെ ഈ ഒരു സംഭവം നാട്ടിലും ഉള്ളതുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഫുഡിന് വേണ്ടി കാത്തിരുന്നു. ഫുഡ് കിട്ടി. അങ്ങനെ കാറിയിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ അതങ്ങ് തട്ടി. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.